ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും ടെക്കി ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ച വീഡിയോയിൽ നമ്മൾ Huawei MatePad പ്രീ ലോഞ്ച് ഓഫറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് നമ്മുടെ ഒരു സുഹൃത്ത് വഴിയായിട്ട് പ്രീ ലോഞ്ച് ഓഫർ വഴി Huawei MatePad ഡെലിവർ ആയിട്ടുണ്ട്. അപ്പോൾ റിവ്യൂവിന് വേണ്ടി സുഹൃത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ്. നമുക്കിന്നത് അൺബോക്സ് ചെയ്യാം. വെൽ പാക്ഡ് MatePad പ്രോ വെർഷനും റിലീസായിട്ടുണ്ടായിരുന്നു. ഇത് MatePad വെർഷനാണ്. ഇതിൻ്റെ കൂടെ ഒരു മേ ബി ഒരു ഇൻസ്ട്രക്ഷൻ ലീഫ്ലെറ്റ് വച്ചിട്ടുണ്ട്. കവറിൻ്റെ പുറത്ത് ഇതിൻ്റെ സൈസ് എഴുതിയിട്ടുണ്ട് 10.4 inches. എക്സ്പ്ലോർ ഇറ്റ് ഓൺ ആപ്പ് ഗാലറി Huawei. സിം റിമൂവ് ചെയ്യാനുള്ള യൂസർ ഗൈഡ് ഉണ്ട്, ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്. അത് കൂടാണ്ട് ഒരു 3.5mm ഓഡിയോ ജാക്ക് ടൈപ്പ് സി അഡാപ്റ്റർ, ഒരു ടൈപ്പ് സി അഡാപ്റ്റർ, USB കേബിൾ, പ്ലസ് அந்த ചാർജിങ് Huawei ചാർജർ, ഇതാണ് നമ്മുടെ Huawei MatePad. ലൈറ്റ് വെയിറ്റ് ആണ്. സൗണ്ട് ബൈ ഹമാൻ കാർഡൻ. സീരിയൽ നമ്പർ എല്ലാം ഉണ്ട്. നാല് സ്പീക്കറാണ് ഇതിനുള്ളത്. 4 സ്പീക്കർ. പ്ലസ് എനിക്ക് തോന്നുന്നത് ഇതെല്ലാം അതിൻ്റെ മൈക്രോഫോൺസ് ആണെന്നാണ്. സൈഡിൽ കാണുന്നത് ഒന്ന് വോളിയം ബട്ടൺ, ഇതാണ് വോളിയം ബട്ടൺ. പിന്നെ ടൈപ്പ് സി പോർട്ട് ഉണ്ട്. പവർ ബട്ടൺ. ഇത് മെമ്മറി കാർഡ് സ്ലോട്ട്. നേരത്തെ കണ്ട പിൻ മെമ്മറി കാർഡ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പിന്നാണിത്. എക്സ്പാൻഡബിൾ, നമ്മൾ പറഞ്ഞ മാതിരി 512 GB മെമ്മറി വരെ സപ്പോർട്ട് ചെയ്യുന്നതാണിത്. അപ്പോൾ നമ്മളിതൊന്ന് ചാർജ് ചെയ്യാൻ ഇട്ടിട്ട് ബാക്കി ഇതിൻ്റെ റിവ്യൂ കണ്ടിന്യൂ ചെയ്യാം. നമ്മുടെ MatePad
കുറച്ച് ചാർജ് ആയിട്ടുണ്ട്. ഫേസ് ഐ ഡി ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫേസ് ഐ ഡി വെച്ചിട്ട് ഓൾറെഡി അത് ഫേസ് അൺലോക്ക് ആയിട്ടുണ്ട്. സ്ലൈഡ് ടു ഓപ്പൺ. എങ്ങോട്ട് സ്ലൈഡ് ചെയ്യണമെന്നാണ് പറയുന്നത്? യെസ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഈ വാവയുടെ ടാബ്ലറ്റിൽ ഗൂഗിളിൻ്റെ പ്ലേ സ്റ്റോർ അവൈലബിൾ ആയിരിക്കത്തില്ല. ഇത് ആൻഡ്രോയിഡ് വെർഷൻ 10 ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഡിവൈസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇതിലുണ്ട്. ആൻഡ്രോയിഡ് വെർഷൻ 10 ആണ്. പ്രോസസ്സർ കിരിൻ 810, റാം 4GB ആണ്. ഇൻറ്റേർണൽ സ്റ്റോറേജ് 64GB, എക്സ്പാൻഡബിൾ ആണ് 512GB വരെ. റെസൊല്യൂഷൻ 2000x1200 പിക്സൽസ്. ഇതാണ് ആപ്പ് ഗാലറിയുടെ ഹോം സ്ക്രീൻ. കാണാൻ പറ്റും നമ്മളുടെ ഇന്ത്യയിൽ ബാൻ ചെയ്തിട്ടുള്ള പല ആപ്ലിക്കേഷൻസും റെക്കമെൻഡഡ് ആപ്ലിക്കേഷൻസ് ആയിട്ട് എടുത്തു പറയുന്നുണ്ട്. ടിക്ടോക്ക് റെക്കമെൻഡഡ് ആപ്ലിക്കേഷൻ സ്കിപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് പ്ലേ സ്റ്റോർ മാതിരി തന്നെ ഉള്ള ഒരു ആപ്പ് സ്റ്റോറാണ്. വാവയുടെ ആപ്പ് സ്റ്റോറാണ്. ഒട്ടുമിക്ക ആപ്ലിക്കേഷൻസും ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് ഗൂഗിളിൻ്റെ യൂട്യൂബ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. യൂട്യൂബ് വെബ്സൈറ്റിലേക്കാണ് അത് പോകുന്നത്. യൂട്യൂബിൻ്റെ ആപ്പ് അതിൽ അവൈലബിൾ അല്ല. പിന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നോട്ട് പാഡ് ഉണ്ട്. ഇതിൻ്റെ എടുത്തു പറയാത്ത വേറൊരു ഫീച്ചർ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സൂചിപ്പിച്ചിരുന്നു. സ്റ്റൈലസ് സപ്പോർട്ട് ചെയ്യാനുള്ള നെബോ എന്ന് പറഞ്ഞൊരു റൈറ്റിംഗ് പാഡാണിത്. നമ്മളുടെ ആ സ്റ്റൈലസ് അവൈലബിൾ അല്ല. സ്റ്റൈലസ് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഡെമോ കാണിച്ചു തരാമായിരുന്നു. ഇതൊരു സാമ്പിൾ നോട്ട് ഇതിനകത്തുള്ളതാണ്. ഹാൻഡ് റിട്ടൺ നോട്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. എം പെൻസിൽ എന്ന് പറയുന്ന സ്റ്റൈലസ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇതേമാതിരിയുള്ള നോട്ട്സ് എല്ലാം എടുക്കാൻ ഇത് ഉപയോഗിക്കാം. ഡ്രോയിങ്സ് ഒക്കെ വരയ്ക്കാൻ സാധിക്കും. പിന്നെ സ്റ്റൈലസ് കൊണ്ടുള്ളത് മൈ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഒരു കാൽക്കുലേറ്ററാണ്. അതിലും കാൽക്കുലേറ്റ്, നെക്സ്റ്റ് കൈ കൊണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്. 2 cube = 8. 2 into 2 plus clear 2 plus 3 2 into 3 മേബി അത് 1 into 4 എന്ന് പറഞ്ഞു വരും. അതെ, 1 into 4 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ പ്ലസ് നേരെ ഇടാത്തതുകൊണ്ടാണ്. സ്മാർട്ടായിട്ടുള്ള ഒരു കാൽക്കുലേറ്റർ ആപ്ലിക്കേഷനാണ് ഇതിനകത്തുള്ളത്. സ്റ്റൈലസ് യൂസ് ചെയ്ത് നമുക്ക് കാൽക്കുലേഷൻസും ചെയ്യാൻ പറ്റും. പിന്നെ ബൈ ഡിഫോൾട്ടായിട്ട് കുറേ അധികം ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. ബിസിനസ് ആപ്ലിക്കേഷൻ ഇതെല്ലാം കാണിക്കുന്നത്, ഇതെല്ലാം UAE ആപ്ലിക്കേഷൻസ് ആണ്. പെയ്റ്റ്, വാലറ്റ്, മൈ എത്തിസലാത്ത് ഡിഫോൾട്ടായിട്ടെല്ലാം വരുന്നത്. സ്വൈപ്പ്, മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയർ UAE. എൻ്റർടൈൻമെൻ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്വിച്ച് TV, എത്തിസലാത്തിൻ്റെ ഖലീജ് ടൈംസ്, വ്യൂ ആപ്പ്. സോഷ്യൽ നെറ്റ്വർക്കിംഗ് നോക്കിക്കഴിഞ്ഞാൽ സ്നാപ്ചാറ്റ്, ടിക്ടോക്ക്, ബോട്ടിം.
ലൈഫ് സ്റ്റൈൽ ആപ്ലിക്കേഷൻസ് തലബാത്ത്, സൊമാറ്റോ മാതിരിയുള്ളൊരു ആപ്ലിക്കേഷനാണ് തലബാത്ത്. നൂൺ ഒരു ഓൺലൈൻ ഷോപ്പിംഗ്, അങ്ങനെ ഒട്ടുമിക്ക ബൈ ഡിഫോൾട്ടായിട്ട് എല്ലാം തരുന്നുണ്ട്. ഗെയിംസിലും 4-5 ഗെയിംസ് ബൈ ഡിഫോൾട്ടായിട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ളൊരു പ്രൊവിഷൻ ഇതിനകത്തുണ്ട്. കിഡ്സ് കോർണർ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. സൗണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ട്. ഐ പ്രൊട്ടക്ഷൻ. സൗണ്ട് വൈസ് 4 സ്പീക്കറിൻ്റെ ഹമാൻ കാർഡിൻ്റെ 4 സ്പീക്കേഴ്സ്, അത് പ്രിറ്റി ഗുഡാണ്. കുട്ടികൾക്ക് പടം വരയ്ക്കാനൊക്കെ ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇന്നത്തുള്ളത്. നമ്മൾ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിറ്റ് ആവുമെന്ന് തോന്നുന്നില്ല. അത് കിഡ്സ് മോഡായി. അതെ, കിഡ്സ് മോഡിൽ ഇത് ഒരുമാതിരി സ്ക്രീൻ ലോക്ക് മാതിരിയാണ്. എക്സിറ്റ് കിഡ്സ് കോർണർ. കുട്ടികൾക്ക് നമ്മൾ നൽകുമ്പോൾ ഇത് ലോക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ കൊടുക്കാം, അതാണ് ഇതിനർത്ഥം. അപ്പോൾ അവർക്ക് വേറെ ഒരു ഡിവൈസസും എടുക്കാൻ പറ്റില്ല. അങ്ങനെ അവർക്ക് ഇതിൽ നിന്ന് പുറത്തേക്ക് കിടക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പിൻ നമ്പർ ഇടണം. അപ്പോൾ നമുക്ക് പിൻ നമ്പർ ഇടാം. ഞാൻ പിൻ നമ്പർ ഇട്ടു. ബൈ ഡിഫോൾട്ടായിട്ടൊരു ഇമെയിൽ ആപ്ലിക്കേഷനും ഉണ്ട്. ക്യാമറ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 8 മെഗാ പിക്സലാണ്. ഇതിന് റിയർ ക്യാമറയും ഫ്രണ്ട് ക്യാമറയും. ആപ്പിൾ ഐപാഡിൻ്റെ അതേ സ്വൈപ്പിംഗ് ആൻഡ് ചേഞ്ചിങ് ടെക്നോളജി തന്നെയാണ് ഇതിലുള്ളത്. നമുക്ക് യൂട്യൂബിൽ നിന്നൊരു പാട്ട് കേട്ട് നോക്കാം. യെസ്, കൊള്ളാം. സ്പീക്കർ ഇനി ഇതിൻ്റെ ടോപ്പ് സെഗ്മെൻറ്റ് നോക്കിയാൽ അതിൽ നമുക്ക് കാണാൻ പറ്റും വൈഫൈ, Huawei ഷെയർ, മൾട്ടി സ്ക്രീൻ കൊളാബറേഷൻ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കമ്പൈനിങ് യുവർ ടാബ്ലെറ്റ് ആൻഡ് സ്ക്രീൻ. എഗ്രി.
2.5 gigahertz Wi-Fi networks are not supported. To connect to the phone, disconnect from a current Wi-Fi network or to a 5 hertz Wi-Fi network instead. ഓക്കെ, നമുക്കതും ട്രൈ ചെയ്ത് നോക്കാം. കുറച്ച് നേരം നമ്മൾ ട്രൈ ചെയ്ത് നോക്കി ഇതിൻ്റെ മൾട്ടി സ്ക്രീൻ മൊബൈലും ടാബ്ലറ്റും തമ്മിൽ ഷെയർ ചെയ്യാൻ നോക്കാൻ. പക്ഷേ അത് സക്സസ്ഫുൾ ആയില്ല. കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഇവർ പറയുന്നുണ്ട്. അപ്പോൾ മേ ബി ആ ഒരു റിക്വയർമെൻറ്റ് കാരണമാകാം, അല്ലെങ്കിൽ വാവേ മൊബൈൽസ് മാത്രമായിരിക്കും ഇങ്ങനെ മൾട്ടി സ്ക്രീൻ കൊളാബറേഷൻ ചെയ്യാൻ പറ്റുക. ഫേസ് റെക്കഗ്നിഷൻ ഫാസ്റ്റാണ്, അതിന് നോ ഇഷ്യൂ. ഓക്കെ, അത്രേ ഉള്ളൂ. ഇപ്പോൾ വേറെ ഫീച്ചേഴ്സൊന്നും എനിക്ക് എടുത്ത് പറയാനില്ല. ഫിംഗർ പ്രിൻ്റ് ട്രാൻസ്ഫർ ആകുന്നുണ്ടെന്ന് തോന്നുന്നു കുറേശ്ശെ. ലൈറ്റ് വെയ്റ്റ് ആണ്, കോമ്പാക്റ്റ് ആണ്. ഡിസൈൻ മറ്റു പല ലാപ്ടോപ്സുമായിട്ടും മറ്റു ടാബ്ലറ്റ്സുമായിട്ട് ചെറിയ റിസംബ്ലൻസ് ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും ഇത് അയച്ചു കൊടുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. ഇനിയും ഇതുപോലെയുള്ള പുതിയ ഡിവൈസസിൻ്റെ റിവ്യൂസും അൺബോക്സിങ്ങുമായിട്ട് ഞാൻ വീണ്ടും വരും. ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു ഫ്ലിപ്പ് കേസാണിത്, ഫ്ലിപ്പ് കവർ, ഫോളിയോ കവർ. താങ്ക് യു.